പി.വി. അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാർ എന്ന വെളിപ്പെടുത്തലുമായി എച്ച്.ആർ.ഡി.എസ് സെക്രട്ടറി അജയ് കൃഷ്ണൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മിണ്ടരുതെന്ന് ഷാജ് കിരൺ വഴി കേസിലെ പ്രതി സ്വപ്ന സുരേഷിനോട് പറഞ്ഞു. സ്വപ്നയോട് സംസാരിക്കുന്നതിനിടെ ഷാജിന് എ.ഡി.ജി.പിയുടെ ഫോൺ കോൾ വന്നു. എച്ച്.ആർ.ഡി.എസ് സ്റ്റാഫ് ഇതിന് സാക്ഷികളാണെന്നും എച്ച്.ആർ.ഡി.എസിന്റെ ജനറൽ സെക്രട്ടറി അജയ് കൃഷ്ണൻ പ്രതികരിച്ചു. അന്ന് ഷാജ് കിരൺ സ്വപ്നയെ കാണാൻ വന്നിരുന്നപ്പോഴാണ് നിരന്തരം എ.ഡി.ജി.പിയുടെ ഫോൺ കോൾ വന്നത്. എ.ഡി.ജി.പി വിളിക്കുന്നുവെന്ന് പറഞ്ഞ് ഷാജ് കിരൺ ഫോൺ കാണിക്കുകയും ചെയ്തു. നിങ്ങൾ മറുപടി തരൂ എന്ന് പറഞ്ഞ് സ്വപ്നയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ വിഷയത്തിൽ സ്വപ്നയെ നിശബ്ദയാക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശം. അന്ന് ഷാജ് കിരൺ വന്ന വിഷയം സ്വപ്ന പാലക്കാട് എച്ച്.ആർ.ഡി.എസിന്റെ ഓഫീസിൽ വാർത്താസമ്മേളനം വിളിച്ചു പറഞ്ഞതാണ്. അതിന്റെ ഓഡിയോ ഉൾപ്പെടുന്ന രേഖകൾ അന്ന് പുറത്തുവിട്ടതാണെന്നും അജയ് കൃഷ്ണൻ പ്രതികരിച്ചു. സംഭവം നടക്കുമ്പോൾ എം.ആർ. അജിത് കുമാർ വിജിലൻസ് മേധാവിയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്വപ്ന സുരേഷിനെ ഷാജ് കിരൺ വഴി അനുനയിപ്പിക്കാൻ ശ്രമിച്ചതിന് അജിത് കുമാറിനെ സ്ഥലം മാറ്റിയിരുന്നു. ഏറെ വിവാദമായ കേസിൽ ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ നിർദ്ദേശമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥൻ സ്വന്തം നിലയ്ക്ക് ഇടപെടുമോ എന്ന സംശയവും അന്ന് ഉയർന്നിരുന്നു. അന്ന് വളരെ നാടകീയമായാണ് വിജിലൻസ് ഡയറക്ടറെ മാറ്റിയത്. മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടാണ് പുതിയ തസ്തിക പോലും നൽകാതെ എം.ആർ. അജിത് കുമാറിനെ മാറ്റിയത്. ഷാജ് കിരണും അജിത് കുമാറും തമ്മിൽ നിരവധി തവണ സംസാരിച്ചുവെന്ന ഇന്റലിജൻസ് കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഫോൺ വിളിയിൽ മാത്രമല്ല, സരിത്തിനെ നാടകീയമായി വിജിലൻസ് കസ്റ്റഡിയിലെടുത്തതിലെ തിടുക്കവും മറ്റൊരു കാരണമായി പറഞ്ഞിരുന്നു. തന്റെ രഹസ്യമൊഴി പിൻവലിപ്പിക്കാനാണ് ഷാജ് കിരൺ എത്തിയതെന്നും മുഖ്യമന്ത്രിയുടെ ദൂതനാണെന്നും സ്വപ്ന ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഷാജ് കിരണും രണ്ട് എ.ഡി.ജി.പിമാരും നിരവധി തവണ ഫോണിൽ സംസാരിച്ചുവെന്നും സ്വപ്ന ആരോപിച്ചിരുന്നു. അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് സരിത്തിനെ കസ്റ്റഡിയിലെടുത്തതെന്നായിരുന്നു ആരോപണം. ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഒപ്പം അജിത് കുമാർ, വിജയ് സാക്കറെ എന്നീ എ.ഡി.ജി.പിമാർ വിളിച്ചിരുന്നതായി ഷാജ് കിരൺ പറയുന്നതിന്റെ ശബ്ദരേഖയും പുറത്തുവന്നു. അജിത് കുമാർ ഷാജ് കിരണിനെ വിളിച്ചിട്ടുണ്ടെന്നും ഇത്തരമൊരു വ്യക്തിയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയതോടെ അജിത് കുമാറിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും സർക്കാർ മാറ്റുകയായിരുന്നു. ഷാജ് കിരൺ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകനായിരിക്കെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു അജിത് കുമാർ. സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത വിവരം ഷാജ് കിരൺ ആദ്യം അറിഞ്ഞത് അജിത് കുമാർ പറഞ്ഞാണെന്നും സ്വപ്ന പറഞ്ഞിരുന്നു. അതേസമയം എ.ഡി.ജി.പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ CPM മൗനം തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ കടന്നാക്രമിക്കുന്ന അൻവറിനെയും കണ്ടില്ലെന്നടിക്കുകയാണ്. എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി RSS ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവ് V.D. സതീശിന്റെ വെളിപ്പെടുത്തലിലും CPM മൗനം തുടരുന്നു. എന്നാൽ RSS നേതൃത്വം ആരോപണം നിഷേധിച്ചു. എങ്കിലും സതീശൻ തുടർ പ്രതികരണം നടത്തിയിട്ടില്ല. നിഷേധിച്ചാൽ അപ്പോൾ ബാക്കി പറയാം എന്ന സതീശന്റെ വെല്ലുവിളി CPM ഏറ്റെടുത്തിട്ടുമില്ല. കൂടിക്കാഴ്ച നടന്നത് സമ്മതിക്കുന്നില്ലെങ്കിലും സതീശൻ ആരോപിച്ച സമയത്ത് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളെ തൃശൂരിലെ ക്യാമ്പിലുണ്ടായിരുന്നുവെന്ന് RSS നേതൃത്വം സമ്മതിക്കുന്നുണ്ട്. സമാനമായി അജിത് കുമാർ വിവാദത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും CPM പ്രതികരണം നടത്തില്ല. 2023 മെയ് 20 മുതൽ 22 വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ നടന്ന RSS ക്യാമ്പിൽ വെച്ച് ഹൊസബാളയും അജിത് കുമാറും ചർച്ച നടത്തിയെന്നായിരുന്നു സതീശന്റെ ആരോപണം. അജിത് കുമാർ ഔദ്യോഗിക വാഹനം നിർത്തിയിട്ട ഹോട്ടലിന്റെ പേരുൾപ്പെടെ സതീശൻ പറഞ്ഞിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള എ.ഡി.ജി.പിയുടെ ഔദ്യോഗിക യാത്രകളെല്ലാം പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായി രേഖപ്പെടുത്തുന്നതും നിരീക്ഷിക്കുന്നതുമാണ്. എന്നിട്ടും പോലീസ് നിഷേധിക്കുന്നില്ല. RSSന്റെ ശാസ്ത്ര വിഭാഗമായ വിജ്ഞാന ഭാരതിയുടെ പ്രധാനിയായ തിരുവനന്തപുരം സ്വദേശിയെ അജിത് കുമാർ കണ്ടെന്ന തരത്തിലാണ് ആരോപണം. ഈ നേതാവിന്റെ അടുത്ത ബന്ധു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിലെ പ്രധാന നേതാവുമായി അടുത്ത ബന്ധുത്വമുണ്ട്. തൃശൂരിലെ RSS പരിപാടിയിൽ ക്യാമ്പ് അധികാരിയുടെ ചുമതല വഹിച്ചത് കേരള പോലീസിൽ നിന്ന് വിരമിച്ച SP ആയിരുന്നുവെന്നും സൂചനയുണ്ട്.